സ്റ്റുഡൻസ്, ഇനി നമുക്ക് എടുക്കാനുള്ളത് എത്നിക് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡെമോക്രസി ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിലെ വംശീയ പോരാട്ടവും ജനാധിപത്യവും. ശ്രീലങ്ക followed democracy since its independence in 1948, but it faced a serious challenge from ethnic conflicts. The violent conflicts between the Tamil minority and the Sinhala majority made Sri Lanka a troubled region of South Asia. ശ്രീലങ്കയിലെ വംശീയ പോരാട്ടം. ശ്രീലങ്കയുടെ പഴയ പേരാണ് സിലോൺ അഥവാ സരൺ ദ്വീപ്. ഈ രണ്ട് പേരുകളിലും അറിയപ്പെടുന്നത് ശ്രീലങ്ക തന്നെയാണ്. ഇനി 1948 ശ്രീലങ്ക ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനാധിപത്യത്തിൻ്റെ പാത തന്നെയാണ് ശ്രീലങ്കയും സ്വീകരിച്ചത്. ജനാധിപത്യം സ്വീകരിച്ചുവെങ്കിലും ശ്രീലങ്ക ഗുരുതരമായ ഒരു വെല്ലുവിളിയെ നേരിടുന്നുണ്ട്. പക്ഷേ ഈ വെല്ലുവിളി ഉയർത്തിയത് സൈന്യമോ അല്ലെങ്കിൽ രാജവാഴ്ചയോ ഒന്നുമല്ല, വംശീയ പോരാട്ടമാണ്. വംശീയ പോരാട്ടം എന്ന് പറയുമ്പോൾ ശ്രീലങ്കയിലെ തമിഴ് ന്യൂനപക്ഷവും സിംഹള ഭൂരിപക്ഷവും തമ്മിലുള്ള പോരാട്ടം ശ്രീലങ്കയെ ഒരു സംഘർഷ മേഖലയാക്കി മാറ്റി. സ്വാതന്ത്ര്യത്തിന് ശേഷം ശ്രീലങ്കയിൽ വന്ന ഗവൺമെൻറ്റുകളെല്ലാം അവിടെ സിംഹള സമുദായത്തിൻ്റെ താല്പര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്തത്. അത് സിംഹളരെന്ന് പറയുമ്പോൾ അവർ ഭൂരിപക്ഷ വിഭാഗമാണ്. അവിടുത്തെ ഗവൺമെൻറ് എല്ലാം തന്നെ സിംഹളരുടെ താല്പര്യങ്ങളെയാണ് സംരക്ഷിച്ചത്. അതായത് സിംഹള ഭൂരിപക്ഷമുണ്ടായിരുന്ന ഗവൺമെൻറ്റാണ് അവിടെ അധികാരത്തിലെത്തിയിരുന്നത്. അപ്പോൾ അവരൊക്കെ തമിഴ് വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇനി ഈ തമിഴെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കുടിയേറിപ്പാർത്ത ഒരു വിഭാഗമാണ്. അപ്പോൾ ഈ തമിഴരോട് അവിടുത്തെ സിംഹള ഗവൺമെൻറ് അവരുടെ എതിർപ്പും വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു. ഈ തമിഴരുടെ കുടിയേറ്റം അവരുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം തുടരുകയുണ്ടായി. ദി സിംഹള നാഷണലിസ്റ്റ് believed that Sri Lanka should not give concessions to the Tamils because Sri Lanka belongs to the Sinhala people only. The Jayawardena government showed maximum discrimination to the Tamils. The government even carried out plans to drive out all Tamils from Colombo. It passed a law declaring Sinhala as the only official language of Sri Lanka. Thus the Tamils were denied of opportunities to government jobs. The admission of Tamils in universities was also controlled. അതായത് ശ്രീലങ്ക സിംഹള ജനതയുടേതായതിനാൽ തമിഴർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് സിംഹള ദേശീയവാദികൾ സ്വീകരിച്ചത്. അതിന് കാരണം എന്താ വെച്ചാൽ സിംഹളർ ശ്രീലങ്കൻ ജനതയാണ്. ഈ തമിഴരെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറിപ്പാർത്തൊരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ തമിഴരുടെ ആനുകൂല്യങ്ങളൊന്നും തന്നെ നൽകേണ്ടതില്ല, അവരോട് കടുത്ത വിവേചനം നിലനിന്നിരുന്നു. ജയവർദ്ധന ഭരണകൂടം തമിഴ് ജനതയോട് വളരെയധികം വിവേചനം കാണിച്ചിരുന്നു. അവരെ കൊളംബോയിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള പദ്ധതികൾ പോലും ഗവൺമെൻറ് നടപ്പിലാക്കി. മറ്റൊന്നാണ് സിംഹള ഭാഷയെ ഏക ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമം തമിഴർക്ക് സർക്കാർ ജോലികൾ കിട്ടാനുള്ള അവസരം വരെ ഇല്ലാതാക്കി. മാത്രമല്ല സർവകലാശാലകളിൽ തമിഴരുടെ പ്രവേശനവും നിയന്ത്രിച്ചു. ദി നെഗ്ലക്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് ദി തമിഴ് പീപ്പിൾ ലെഡ് ടു ദി ഗ്രോത്ത് ഓഫ് militant Tamil nationalism in 1972. A militant organization called Liberation Tigers of Tamil Eelam was formed under the leadership of Velupilla Prabhakaran. അതായത് LTTE, that is LTTE, Liberation Tigers of Tamil Eelam. The LTTE demanded the formation of Tamil Eelam or a separate country for the Tamils of Sri Lanka. From 1983 onwards, the LTTE has been fighting against the Sri Lankan army for the creation of a separate state. They adopted terrorist activities, guerrilla warfare and direct war to achieve their objective. തമിഴരോടുള്ള അവഗണനയും വിവേചനവും തീവ്ര തമിഴ് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി.
അങ്ങനെ 1972 വേലുപ്പിള്ള പ്രഭാകരൻ്റെ നേതൃത്വത്തിൽ തമിഴ് ഈഴം വിടുതലൈ പുലികൾ, അതാണ് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം LTTE എന്ന ഒരു വിഘടനവാദ സംഘടന രൂപീകരിച്ചു. ഒരു പ്രത്യേക തമിഴ് രാഷ്ട്രം രൂപീകരിക്കണമെന്ന് LTTE ആവശ്യപ്പെട്ടു. അപ്പം ഇങ്ങനെ ഒരു പ്രത്യേക തമിഴ് രാഷ്ട്രം വേണമെന്ന ആവശ്യം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി 1983 മുതൽ LTTE ശ്രീലങ്കൻ സൈന്യവുമായി ഒരു പ്രത്യക്ഷ യുദ്ധം ആരംഭിച്ചു. മാത്രമല്ല അവർ ഭീകരപ്രവർത്തനങ്ങളിലും ഒളിപ്പോരുകളും ഒക്കെ നടത്തിയിരുന്നു. ശ്രീലങ്കയിലെ വംശീയ പോരാട്ടം ഇന്ത്യൻ വംശജർ ഉൾപ്പെട്ട ഒരു പ്രശ്നമായതിനാൽ ശ്രീലങ്കയിലെ തമിഴരുടെ താൽപ്പര്യങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ തമിഴ് ജനത സമ്മർദ്ദം ചെലുത്താനും തുടങ്ങി. Unfortunately, India was dragged into the Sri Lankan problem. The Tamils in Sri Lanka are of Indian origin. The government of India conducted several negotiations with the Sri Lankan government on the Tamil questions. In 1987, the Indian government was directly involved in the Sri Lankan Tamil issue. In 1987, the Indian government signed a treaty with Sri Lanka, that is Rajiv Gandhi and Jayawardene, and sent troops to stabilize the relation with the Sri Lankan government and the Tamils. It was known as Indian Peacekeeping Force IPKF. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ശ്രീലങ്കയിൽ പ്രശ്നത്തിൽ ഇടപെട്ടു. ഇന്ത്യ ശ്രീലങ്കയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. രാജീവ് ഗാന്ധിയും ജയവർദ്ധനയും. ശ്രീലങ്കൻ ഗവൺമെൻറ്റും തമിഴരും തമ്മിലുള്ള ബന്ധങ്ങളെ സുസ്ഥിരമാക്കാനും സമാധാനം സ്ഥാപിക്കാനുമായി ഇന്ത്യ ഒരു സൈന്യത്തെയും അയച്ചു കൊടുത്തു. അതാണ് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് IPKF. IPKF ഫുൾ ഫോമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതിയ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്. Eventually, fighting took place between Indian Army and the LTTE. The Sri Lankans did not like the presence of Indian Army in their country. They saw it as an attempt of India to interfere in the internal affairs of Sri Lanka. As a revenge for this, the Indian Prime Minister Rajiv Gandhi was brutally assassinated by the LTTE. In 1989, the Indian Peacekeeping Force was called back from Sri Lanka without attaining its objective. അപ്പോൾ ഇന്ത്യ സൈന്യത്തെയൊക്കെ അയച്ചു കൊടുത്തു. തമിഴരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും അവരുടെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സമാധാന സേനയെ ഇന്ത്യ അയച്ചു കൊടുത്തത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇന്ത്യൻ സേനയും തമിഴ് പുലികളും തമ്മിൽ ഏറ്റുമുട്ടലുകളുണ്ടായി. ഇന്ത്യൻ സേനയുടെ സാന്നിധ്യം ശ്രീലങ്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇഷ്ടപ്പെട്ടില്ല. അതായത് ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുകയാണെന്ന ഒരു തോന്നൽ, അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാനുള്ള ഇന്ത്യക്കാരുടെ ഒരു തന്ത്രമായിട്ടാണ് അവരതിനെ കണ്ടത്. ഇന്ത്യൻ സേനയുടെ ഇടപെടലിനുള്ള പ്രതികാരമായിട്ട് തമിഴ് പുലികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ വധിച്ചു. 1989 ലക്ഷ്യം നേടാതെ സൈന്യം ശ്രീലങ്കയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. The Sri Lankan government intensified its fight against LTTE and seized the centers controlled by them. LTTE chief Velupilla Prabhakaran and his family members were shot dead. Thousands of Tamils were either killed or displaced in this encounter. പല രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ നടന്നുവെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. 2009 തുടക്കത്തിൽ ശ്രീലങ്കൻ സേന പുലികൾക്കെതിരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്തി. പുലിത്താവളങ്ങൾ ഒന്നൊന്നായി സൈന്യം കീഴടക്കി. വേലുപ്പിള്ള പ്രഭാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ എല്ലാ LTTE നേതാക്കളും വധിക്കപ്പെട്ടു. LTTE finally admitted defeat in May 2009. അങ്ങനെ 2009 മെയ് 17 LTTE പരാജയം സമ്മതിച്ചു. സ്വന്തം മണ്ണിൽ നിന്ന് ഭീകരവാദം തുടച്ചു നീക്കിയ ആധുനിക ലോകത്തെ ആദ്യ രാജ്യമാണ് തങ്ങളെന്ന് ശ്രീലങ്ക അവകാശപ്പെട്ടു. ശ്രീലങ്കൻ ഗവൺമെൻറ് claimed Sri Lanka as the first country in the modern world to eradicate terrorism on its own soil. 2005 മുതൽ
2015 വരെ ശ്രീലങ്കയിൽ അധികാരത്തിലിരിക്കുകയും LTTEയുടെ പോരാട്ടത്തെ സൈനികമായി അടിച്ചമർത്തുകയും ചെയ്ത മഹീന്ദ്ര രാജപക്സക്ക് ഒടുവിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നു. 2015 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി മൈത്രിപാല സിരിസേന പുതിയ പ്രസിഡന്റായി. റനിൽ വിക്രം സിംഗെ പുതിയ പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെട്ടു. The racial conflict in Sri Lanka did not adversely affect its economic growth. Sri Lanka is one of the developing countries which successfully controlled the rate of population growth. Sri Lanka is the first country in South Asia to liberalize the economy. It has recorded the highest per capita income, per capita GDP for many years. Moreover, it has maintained a democratic political system. ശ്രീലങ്കയിലെ വംശീയ പോരാട്ടം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. പോരാട്ടത്തിനിടയിലും രാജ്യം സാമ്പത്തിക വളർച്ചയും ഉയർന്ന തലത്തിലുള്ള മാനവ വികസനവും നേടിയിട്ടുണ്ട്. ഇനി ജനസംഖ്യാ പെരുപ്പത്തിൻ്റെ നിരക്ക് വിജയകരമായി നിയന്ത്രിച്ച വികസ്വര രാജ്യങ്ങളിലൊന്നാണ് ശ്രീലങ്ക. സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ രാജ്യവും ശ്രീലങ്കയാണ്. ആഭ്യന്തര യുദ്ധം നിലനിൽക്കുമ്പോൾ തന്നെ ഏറ്റവും ഉയർന്ന ആളോഹരി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം രാജ്യത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആഭ്യന്തര പോരാട്ടങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തും ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തുകയും ചെയ്തിരുന്നു. ബട്ട് ലെഗസീസ് ഓഫ് ദി വാർ സ്റ്റിൽ കണ്ടിന്യൂ. ദി ശ്രീലങ്കൻ ആർമി വാസ് അക്യൂസ്ഡ് ഓഫ് വാർ ക്രൈംസ് അഗൈൻസ്റ്റ് ദി തമിഴ് പോപ്പുലേഷൻ. In March 2014, the United Nations Human Rights Council voted to launch an international inquiry about these war crimes in spite of the fierce opposition from Sri Lanka. Recently, a few images of the 12-year-old son of Velupilla Prabhakaran are released. The boy is found eating biscuits in the Sri Lankan custody before he was killed. It raised widespread protest throughout the world. The critics argue that no sincere effort was not yet made by the Sri Lankan government to resolve the problem of the Tamil people. ആഭ്യന്തര യുദ്ധകാലത്ത് ശ്രീലങ്കൻ സൈന്യം തമിഴ് വംശജരോട് കാണിച്ച അത്രയും ക്രൂരതകളും അതിക്രമങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വേലുപ്പിള്ള പ്രഭാകരൻ്റെ 12 വയസ്സ് മാത്രം പ്രായമുള്ള പുത്രൻ വെടിയേറ്റ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ തടവിൽ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഈയിടെ പുറത്തു വരികയുണ്ടായി. ഇതൊക്കെ ശ്രീലങ്കൻ സൈന്യം തമിഴരോട് കാണിച്ച കടുത്ത വിവേചനത്തിനുദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇത് ലോകമെമ്പാടും വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കി. ശ്രീലങ്കൻ സൈന്യം നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശത്തെ ശ്രീലങ്ക അംഗീകരിച്ചിട്ടില്ല. ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ശ്രീലങ്കൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയാണ് ശ്രീലങ്കയിലെ പ്രശ്നങ്ങൾ. ശ്രീലങ്കയിൽ ജനാധിപത്യ സംവിധാനമാണ് നിലനിൽക്കുന്നത്. അവിടെ രാജവാഴ്ചയോ പട്ടാള ഭരണമോ ഒന്നും തന്നെ ഇല്ല. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ജനതയായ സിംഹള വിഭാഗവും ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കുടിയേറി പാർത്ത തമിഴ് വംശജരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. തമിഴരോട് കാണിച്ച വിവേചനത്തിനെതിരെ അവർ പോരാടി. അപ്പോൾ ഈ പ്രശ്നം മാത്രമാണ് അവിടെ നിലനിന്നിരുന്നത്. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ള ഒരു ഭാഗമാണ് ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. ഇപ്പം നമ്മൾ പഠിച്ചത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഒക്കെയാണ് പഠിച്ചത്. ഇനി ഇന്ത്യയും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഫസ്റ്റത്തെ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട്സ് ആണ്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൗത്ത് ഏഷ്യ ആൾസോ വിറ്റ്നസ്ഡ് സം ക്രൂഷ്യൽ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻ്റർനാഷണൽ നേച്ചർ. India was involved in most of these conflicts. The most salient and important conflicts in South Asia was the war between India and Pakistan. Soon after partition, both countries started conflict on the issue of Kashmir.
Pakistan claimed the Kashmir belonged to it. Its attempts to annex Kashmir forcibly led to a series of wars between India and Pakistan. The war, which occurred in 1947-48, 1965 and 1971, failed to settle the Kashmir issue. The War of 1947-48, the northern part of Kashmir came under the control of Pakistan. It is called Pakistan Occupied Kashmir. ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടങ്ങൾ. ഇന്ത്യ സ്വതന്ത്രമായത് മുതൽ, അതായത് സ്വതന്ത്രമായ സമയത്ത് തന്നെ ഇന്ത്യയെ 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്, ഇന്ത്യയും പാകിസ്ഥാനും. അന്ന് മുതലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതായത് വിഭജനം കഴിഞ്ഞ ഉടനെ തന്നെ കാശ്മീരിൻ്റെ പേരിൽ ഇരു രാജ്യങ്ങളും പോരാട്ടം ആരംഭിച്ചു. കാശ്മീർ തങ്ങളുടേതാണെന്ന് പാക് ഗവൺമെൻറ് അവകാശപ്പെട്ടു. കാശ്മീരിനെ ബലപ്രയോഗത്തിലേക്ക് കൈവശപ്പെടുത്താനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യക്ഷ യുദ്ധത്തിന് കാരണമായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീരിൻ്റെ പേരിൽ 1947-48 കാലഘട്ടത്തിലും 1965-ലും 1971-ലും യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. 1947-48 യുദ്ധത്തിൽ കാശ്മീരിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ പാകിസ്ഥാൻ അധീനതയിലായി. അങ്ങനെ കാശ്മീർ, പാക് അധീന കാശ്മീർ, ഇന്ത്യൻ പ്രവിശ്യയായ ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. 1971 ഇന്ത്യ-പാക് യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചുവെങ്കിലും കാശ്മീർ പ്രശ്നം പരിഹരിച്ചില്ല. Certain strategic issues like control of the Siachen Glacier and over acquisition of arms also played an important role in India's conflict with Pakistan. ഇന്ത്യ-പാക് പോരാട്ടത്തിൻ്റെ പ്രധാനമായുള്ള ചില പ്രശ്നങ്ങളും വഴിയൊരുക്കുകയുണ്ടായിട്ടുണ്ട്. സിയാച്ചിൻ ഹിമപ്രദേശിൻ്റെ നിയന്ത്രണം, ആയുധ ശേഖരണം എന്നീ തന്ത്രപ്രധാനമായ പ്രശ്നങ്ങളുടെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മത്സരവും സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. In 1990s, both India and Pakistan acquired nuclear weapons and missiles, so the arms race between the two countries assumed a new dimension. In 1998, India made a nuclear explosion in Pokhran. Pakistan responded within a few days by carrying out nuclear tests in Chagai Hills. But soon after this, India and Pakistan established a military relationship which averted the possibility of a direct war. 1990-കളിൽ ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങളും മിസൈലുകളും സ്വായത്തമാക്കി. ഇതോടെ 2 രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ മത്സരത്തിന് പുതിയ സ്വഭാവവും കൂടി കൈവന്നു. 1998 രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചഗായ് കുന്നുകളിൽ ആണവ പരീക്ഷണം നടത്തിക്കൊണ്ട് പാകിസ്ഥാനും പ്രതികരിച്ചു. ആണവ പരീക്ഷണം ഇന്ത്യ-പാക് ബന്ധത്തെ ഏറെക്കുറെ ഒരു തകർച്ചയുടെ വക്കിലെത്തിച്ചു. എങ്കിലും ഇരു രാജ്യങ്ങളും ഇതിനുശേഷം ഒരു പ്രത്യക്ഷ പൂർണ്ണ യുദ്ധത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതായി. There is dispute between India and Pakistan on the issue of the sharing of river water. The conflict regarding the issue, the use of water in the rivers of the Sindh Valley became very serious. This issue was settled with the help of World Bank. The Indus Waters Treaty, signed by India and Pakistan, exists even today. Another issue between the countries is about the demarcation of line in Sar Creek in the Rann of Kutch. This minor issue has raised serious concerns because its settlement may have an impact on the control of sea resources in the area adjoining Sar Creek. നദീജലം പങ്കുവെക്കുന്നതിനെ ചൊല്ലിയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കങ്ങളുണ്ടായി. സിന്ധു നദിയിലെ ജലം ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയ തർക്കം ഒരു വലിയ പ്രശ്നമായി തീർന്നു. ഒടുവിൽ ലോകബാങ്കിൻ്റെ സഹായത്തോടെ ഈ തർക്കം ഒത്തുതീർന്നു. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു കരാറാണ്
സിന്ധു നദീജല കരാർ, ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതായത് ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും സംയുക്തമായി ഒപ്പുവെച്ച കരാറാണ് സിന്ധു നദീജല കരാർ. ഇന്നും നിലനിൽക്കുന്നു. ഈ കരാർ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെങ്കിലും കരാറിലെ വ്യവസ്ഥകൾ, നദീജലത്തിൻ്റെ ഉപയോഗം എന്നിവ സംബന്ധിച്ച് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് റാൺ ഓഫ് കച്ചിലെ സർ ക്രീക്കിലെ വിഭജന രേഖയെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട്. നിസ്സാരമായ തർക്കമാണെങ്കിലും വലിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഈ തർക്കം എങ്ങനെ ഒത്തുതീർക്കപ്പെടും എന്നതും പ്രധാനമാണ്. കാരണം സർ ക്രീക്കിനോടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെ സമുദ്ര വിഭവങ്ങളുടെ നിയന്ത്രണത്തെ അത് കാര്യമായി സ്വാധീനിക്കും. ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദി അബോളിഷൻ ഓഫ് ആർട്ടിക്കിൾ 370 ആൻഡ് bifurcation of Jammu Kashmir into 2 union territories by the Indian government in August 2019 sharpened the India-Pakistan conflicts recently. The move angered Pakistan. They downgraded their diplomatic ties with India and expelled the Indian High Commissioner. Pakistan tried to isolate India by securing international support against Indian move. They approached UNSC, OIC, China, US and other countries seeking action against India. They also raised the threat of war, which mounted tensions in the borders. ഇത്രയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ.